ഇത് ആക്ച്വലി നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 500-നും 650-നും ഇടയിൽ രണ്ടും ഇൻക്ലൂഡ് ചെയ്യണം. 3 കൊണ്ടും 7 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സ് എത്രണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആക്ച്വലി ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് നമ്മൾ അവസാനം പറയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നേരായ വഴി എന്താണെന്ന് അറിയണം. കാരണം ആ ഷോർട്ട് കട്ട് എല്ലാ കേസിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ ഡിവിസിബിൾ ബൈ 5, 7 ആൻഡ് നോട്ട് ഡിവിസിബിൾ ബൈ 35 ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എങ്കിൽ പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ എടുക്കുവാണ്. 3-നും 11-നും ഇടയിൽ 5 വെച്ചും 2 വെച്ചും ഡിവിസിബിൾ ആകാത്ത നമ്പേഴ്സ് എത്രണ്ണം ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്കറിയാം 3 തൊട്ട് 11 വരെ 9 നമ്പർ ഉണ്ടെന്നറിയാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ തന്നിരുന്നെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം? 11-ൽ നിന്ന് 3 കുറയ്ക്കണം. 11-ൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 8 വരുള്ളൂ. ബോത്ത് ഇൻക്ലൂഡ് വരുന്ന കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 11-ൽ നിന്ന് 3 കുറച്ചിട്ട് 1 ആഡ് ചെയ്യണം. അപ്പോൾ മൊത്തം 9 നമ്പർ ഉണ്ടെന്ന് കിട്ടും. അതുപോലെ ഇവിടെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 151 നമ്പർ ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഡിവിസിബിൾ ബൈ. നമുക്ക് നോട്ട് ഡിവിസിബിൾ ബൈ കാണണമെങ്കിൽ ആദ്യം ഡിവിസിബിൾ ബൈ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം 3-നും 11-നും ഇടയിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 1, 2, 3, 4 എണ്ണമാണുള്ളത്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 4 എണ്ണമാണുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ഡേറ്റ തന്നിട്ടാണെങ്കിൽ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 11-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഓക്കെ, അതായത് 1 തൊട്ട് 11 വരെ 2-ന്റെ 5 മൾട്ടിപ്പിൾ ഉണ്ട്. 3-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 1 തൊട്ട് 3 വരെ 2-ന്റെ 1 മൾട്ടിപ്പിൾ ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ 2-ന്റെ 4 മൾട്ടിപ്പിൾ. ഇനി 5-ന്റെ മൾട്ടിപ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 5ഉം ഉണ്ട് 10ഉം ഉണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അതായത് 1 തൊട്ട് 11 വരെ 5-ന്റെ 2 മൾട്ടിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ 3-നെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അതായത് 1 തൊട്ട് 3 വരെ 5-ന്റെ 1 മൾട്ടിപ്പിൾ പോലും ഇല്ല. ഓക്കെ, 1 മൾട്ടിപ്പിൾ പോലും ഇല്ല. അപ്പോൾ ഇതിന് മൊത്തം 5-ന്റെ മൾട്ടിപ്പിൾസ് 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ എടുത്തത് 2ഉം 5ഉമാണ്. ഈ 2-ന്റെ 5-ന്റെ കമ്പൈൻ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഇല്ലേ, അതായത് 2-ന്റെ 5-ന്റെയും കൂടി 10-ന്റെ മൾട്ടിപ്പിൾസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 10-ന്റെ മൾട്ടിപ്പിൾസ് നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കാൻ നേരത്ത് 1 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 3 ഉണ്ട്. ഓക്കെ, 2 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ അല്ലാത്ത 3 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, 11 ഉണ്ട്. മൊത്തം 4 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എണ്ണി നോക്കിയിട്ട് കിട്ടിയത്. ഇല്ലാതെ ഈ ഡേറ്റ വെച്ച് കണ്ടുപിടിക്കാനാണെങ്കിൽ മൊത്തം 9 നമ്പറുണ്ട്. അതിനകത്ത് 2 കൊണ്ടും 5 വെച്ചും ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-ന്റെ ഡിവിസിബിൾ 4 എണ്ണം, 5-ന്റെ ഡിവിസിബിൾ 2 എണ്ണം. അതിൽ നിന്ന് ഈ 1 കുറയ്ക്കണം. അത് എന്തുകൊണ്ടാണ് കുറയ്ക്കണേന്ന് നമുക്ക് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 5 വരും. 9 - 5 4 എന്ന് പറഞ്ഞ് കിട്ടും. ഇതുപോലെ തന്നെ ആണ് 5 തൊട്ട് 500-നും 650-ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 650 വരെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 650 വരെ 7-ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9, 7, 63, 92 മൾട്ടിപ്പിൾ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ 650 വരെ 5-ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 അല്ല 3-ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 650 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 216 എന്ന് പറഞ്ഞ് വരും. ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ 650 വരെ 21, ഈ 2-ന്റെ കമ്പൈൻ ആയിട്ടുള്ള 21-ന്റെ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എത്ര വരെ? 3 വരെ പോകും, 30. ഓക്കെ. ഇനി അടുത്തത് 500. 500 വരെ 7ന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല 9ന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 9. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്? 7 അല്ലേ? സോറി, 7 ആണ്. 7 7 49. 49 പോയിട്ട് ബാക്കി പോയിട്ട് 10 വരും. 71 മൾട്ടിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ 3ന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 166. 650 വരെ, അല്ല 500 വരെ 21ന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23. അപ്പൊ 500നും 650നും 500നും ഇടയിൽ 7ന്റെ ആണെങ്കിൽ എത്ര മൾട്ടിപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 മൾട്ടിപ്പിൾ. അതുപോലെ 3ന്റെ ആണെങ്കിൽ 50 മൾട്ടിപ്പിൾ. അതുപോലെ തന്നെ 21ന്റെ ആണെങ്കിൽ 7 മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഇടയ്ക്ക് 151 നമ്പേഴ്സ് ഉണ്ടാവും എന്ന് പറയാം. 151 21 പ്ലസ് 50 മൈനസ് 7 ചെയ്യാം. 21 പ്ലസ് 50 മൈനസ് 7 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? ഓക്കെ, 50ഉം അതുപോലെ തന്നെ നമുക്ക് 13. 50ഉം 13 63 വരും. 63. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തെറ്റും. ഓക്കെ, നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. 650 92 മൾട്ടിപ്പിൾസ്. അതുപോലെ തന്നെ 500 500ൽ 7ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 71 മൾട്ടിപ്പിൾസ്. 500ൽ 21ന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 23 മൾട്ടിപ്പിൾ. അതൊക്കെയാണ്. അടുത്തത് 500. ഓക്കെ, 166 മൾട്ടിപ്പിൾസ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ 92 71 കുറയ്ക്കുമ്പോൾ 21 മൾട്ടിപ്പിൾസ്. 50 മൾട്ടിപ്പിൾസ്, 7 മൾട്ടിപ്പിൾസ്. ഓക്കെ, അത് കറക്റ്റാണ്. ഓക്കെ, ഇവിടെ തന്നെയാണ് തെറ്റിയത്. ഇവിടെ നമുക്ക് 64ആണ്. 21ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 14. 64. സോ 87 മൾട്ടിപ്പിൾസ് ആണുള്ളത്. 87 മൾട്ടിപ്പിൾസ് ആണുള്ളത്. ഓക്കെ, ഇതാണ് നോർമലായിട്ട് ചെയ്യുന്ന രീതി. ഇനി ഇതിനൊരു ഷോർട്ട് കട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഊളേഴ്സ് ലോ എന്ന് പറയും. ഊളേഴ്സ് ലോ എന്ന് പറയും. യൂളേഴ്സ് ലോ അറിയുന്നതിന് മുമ്പ് എന്താണ് കോപ്രൈം നമ്പർ എന്ന് അറിയാം. അല്ലെങ്കിൽ ഒരു നമ്പർ എന്നതിൻ്റെ കോപ്രൈം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അറിയാം. അതായത് 2 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് 1 മാത്രമേ, 2 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ 3ഉം 5ഉം, ഈ 3ന്റെ 5ന്റെ പ്രത്യേകത എന്താ? അതിന് കോമൺ ആയിട്ട് ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. 1 മാത്രം കോമൺ ഫാക്ടർ വരുന്ന ഇതിനെയാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾക്ക് 55 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ട് അതിന്റെ കോപ്രൈം ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിന്റെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് എഴുതണം. ഓക്കെ, ഈ 5ഉം 11ഉം അല്ലാതെ ബാക്കി ഏത് പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ, 5ഉം 11ഉം അല്ലാതെ ബാക്കി ഏത് പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ, 5ഉം 11ഉം അല്ലാതെ വേറെ ഏത് പ്രൈം നമ്പർ എടുത്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുന്ന എല്ലാം 55ഉമായിട്ട് കോപ്രൈം ആയിരിക്കും. 6, 21, അതുപോലെ അതിന്റെ 2x2 വേണമെങ്കിൽ എടുക്കാം, 4, 3x3 വേണമെങ്കിൽ എടുക്കാം, 9. അങ്ങനെ ഈ പറയുന്ന നമ്പേഴ്സിന്റെ ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മളെ എന്തുവാ 55ന്റെ എന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. അതായത് 5ഉം 11ഉം ഒഴിച്ച് ബാക്കി എല്ലാ പ്രൈം നമ്പർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് കോപ്രൈം ആയിട്ട് കിട്ടും. ഇതാണ് കോപ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു നമ്പറിന്റെ ഊളേഴ്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരു നമ്പറിന്റെ ഊളേഴ്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ നമ്പറിന് താഴെ അതുമായിട്ട് കോപ്രൈം ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഊളേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 12 എടുത്തെന്ന് വിചാരിച്ചു. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, അതായത് 12ന് താഴെ 12ഉമായിട്ട് കോപ്രൈം വരുന്ന നമ്പേഴ്സ്, 12ന് താഴെ 12ഉമായിട്ട് കോപ്രൈം വരുന്ന നമ്പേഴ്സ് 5, 10 കൂട്ടത്തില്ല, 7, ഓക്കെ 2, 3 ഒന്നും കൂട്ടത്തില്ല, 1. അതായത് 1, 5, 7, 11. ഇതെല്ലാം തന്നെ അതായത് 12ഉമായിട്ട് കോപ്രൈം ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഈ 12ഉമായിട്ട് കോപ്രൈം ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഊളേഴ്സ് നമ്പർ, 12ന്റെ ഊളേഴ്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആയിരിക്കും. അതായത് 4, 12ന് താഴെ 12ഉമായിട്ട് കോപ്രൈം വരുന്ന
4 നമ്പേഴ്സ് ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, 4 നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. അതാണ് ഓളേഴ്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ആക്ച്വലി കണ്ടുപിടിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അത് പറഞ്ഞുതരാം. നമുക്ക് 12നെ 2ൻ്റെ പവറും അതുപോലെ തന്നെ 3ൻ്റെ പവറുമായിട്ട് എഴുതാമല്ലോ. 2 സ്ക്വയറിനും 3 സ്ക്വയറിനും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇൻറ്റു 2 2ൻ്റെ ഓളേഴ്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. അതായത് 2ൻ്റെ താഴെ 2 കോപ്രൈം വരുന്ന ഒരെണ്ണമാണ്. അതുപോലെ തന്നെ 3ൻ്റെ ഓളേഴ്സ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. 3ന് താഴെ 3 കോപ്രൈം വരുന്നത് എത്രയാണ്? 2 നമ്പറാണ്. അപ്പോൾ ഇതെത്ര വരും? 4 വരും. ഇങ്ങനെയാണ് ഓളേഴ്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3ൻ്റെ പ്രത്യേകത അറിയാം, 5ൻ്റെ പ്രത്യേകത അറിയാം. ഈ നമ്പേഴ്സിൻ്റെ എന്തായിരിക്കും? പൊതുവെ പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാം തന്നെ പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാം തന്നെ പൊതുവെ പ്രൈം നമ്പേഴ്സിൻ്റെ എല്ലാം തന്നെ ഓളേഴ്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ 1 കുറവായിരിക്കും. 1 കുറവായിരിക്കും. ഇപ്പോൾ 3ൻ്റെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 1/3 എന്ന് എഴുതാം. അതിൻ്റെ അർത്ഥം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 3 നമ്പർ എടുക്കും തോറും, നമ്മൾ നമ്പർ സീരീസിൽ ചുമ്മാ റാൻഡമായിട്ട് എടുക്കുകയെന്ന് വിചാരിച്ചോ, ഓരോ നമ്പർ എടുക്കും തോറും 3ൻ്റെ ഓളേഴ്സ് നമ്പർ 2 വെച്ച് കഴിഞ്ഞാൽ ഓരോ 3 നമ്പർ എടുക്കും തോറും, പെയർ എടുക്കും തോറും അതിൽ 3ൻ്റെ ഒരു മൾട്ടിപ്പിളും ബാക്കി 2 3 കോപ്രൈം ആയിരിക്കും എന്നാണ് മീനിങ്. ഇപ്പം ഞാൻ അടുത്ത 3 സെറ്റ് ഇതാ എടുത്തതെന്ന് വിചാരിച്ചോ, അതിലും 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടാവും. അതേസമയം എന്ത് കിട്ടും? 3ൻ്റെ 2 മൾട്ടിപ്പിൾ അല്ലാത്ത ഉണ്ടാവും. 3 കോപ്രൈം ആയിട്ടുള്ള 2 നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് 12ൻ്റെ. ഓരോ 12ൻ്റെ കേസിൽ 4 ഓളേഴ്സ് നമ്പർ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഏത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് നമ്പർ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 12 നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഇപ്പം എത്ര എണ്ണമായി? 3 2 5 ആയി. 5 6 7 8 9 10 11 11 12. ഓക്കെ, ഇതിനർത്ഥം ഓരോ 12 നമ്പർ എടുക്കും തോറും അതിൽ 4 മാത്രം 12 കോപ്രൈം ആയിരിക്കും. ഇതെല്ലാം 12 ഫാക്ടർ ഷെയർ ചെയ്യുന്നതാണ്. സോ ഇതൊന്നും കോപ്രൈം ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 1 2 3 4. ഓക്കെ, അതായത് 12 കോപ്രൈം വരുന്ന 4 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ 3 വെച്ചും അതുപോലെ തന്നെ 7 ആണെന്നറിയാം. അപ്പോൾ 3ൻ്റെയും 7ൻ്റെയും നമ്മുടെ ഓളേഴ്സ് നമ്പർ, അതായത് 3ന് താഴെ 3ന് കോപ്രൈം ആയിട്ടുള്ള 2 നമ്പേഴ്സ് ഉണ്ടാവും. 7ന് താഴെ 7ന് കോപ്രൈം ആയിട്ടുള്ള 6 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചുമ്മാ എടുക്കുവാണ്. മൊത്തം 151 നമ്പർ ഉണ്ടല്ലോ. ആ 151 നമ്പറിൽ ഓരോ 3 നമ്പർ കഴിയുമ്പോഴും 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത 2 നമ്പേഴ്സ് വരും. അതുപോലെ തന്നെ ഓരോ 7 നമ്പർ കഴിയുമ്പോഴും 7ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത 6 നമ്പേഴ്സ് വരും. ഓക്കെ, കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ 151 ഇൻറ്റു 4 എന്ന് പറഞ്ഞു വരും. 151 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4 0 604. 604/7 എന്ന് പറയുമ്പോൾ 8 7 56. 56 പോയിട്ട് 44. 44ന് 6 വരും. ചെയ്ത് വരുമ്പോൾ 86.28 എന്ന് പറഞ്ഞിട്ട്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല വരുന്നത്, അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസറാണ് വരുന്നത്. അത് എത്ര വരും? 86 എന്ന് കിട്ടും. നമ്മളപ്പോൾ 87 അസ്യൂം ചെയ്യും. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഓപ്ഷൻ ക്ലോസ് ആയിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഇതിൽ 86 87 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നിൽക്കരുത്, നോർമൽ മെത്തേഡ് തന്നെ ചെയ്യണം. കാരണം ഇത് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ക്ലോസ് ആയിട്ടുള്ള ഓപ്ഷനിൽ ചെയ്യരുത്. പിന്നെ മാക്സിമം പ്രൈം നമ്പർ വരുന്ന കേസിൽ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പൊതുവെ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, താങ്ക് യു.